അച്ചില്ലാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് നിന്നൊരു ഐറ്റമാണ് ഈ അച്ചപ്പം. അപ്പോൾ അച്ച് കിട്ടിയ സ്ഥിതിക്ക് ഉണ്ടാക്കിയാലോ. ഒരു കോഴിമുട്ട, 1/4 കപ്പ് പഞ്ചസാര, ഒരു നുള്ളുപ്പ്, 1 കപ്പ് തേങ്ങാപ്പാൽ, 1/4 കപ്പ് വെള്ളം ഇത്രയും ഒഴിച്ച് നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തിലോട്ട് 1/2 കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി ഇട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ മിക്സിയിലും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തു. അതിൻ്റെ അകത്തിലോട്ട് കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചു. അച്ച് മുക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ മാവിൻ്റെ അകത്തിലോട്ട് മുക്കി പൊരിച്ചെടുക്കാൻ തുടങ്ങി. ഭയങ്കര സിമ്പിളാണ് ഈ ഒരു മിക്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചപ്പം ഉണ്ടാക്കാൻ. ആകെയുള്ളൊരു പാടെന്ന് വെച്ചാൽ അച്ചിന്ന് അച്ചപ്പം വിട്ട് വരണം. ആദ്യം അതുകൊണ്ട് എൻ്റെ അച്ചപ്പം കുഞ്ഞതായിരുന്നു. ഞാൻ മുഴുവനും മുക്കാണ്ട് ഇനി ഇളകി വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് പകുതിക്കേ മുക്കത്തുള്ളൂ. പിന്നെ കോൺഫിഡൻസ് ആയപ്പോൾ എന്താ മുഴുവനും മുക്കിയിട്ടെടുക്കാൻ തുടങ്ങി. അപ്പം നല്ലതുപോലെ വലിയ അച്ചപ്പം വരാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പ്രതീക്ഷേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു, പണ്ടൊക്കെ ആണെങ്കിൽ കുഞ്ഞുനാളിൽ ഈ കുഞ്ഞു വിരലിൻ്റെ അകത്തിൽ അച്ചപ്പത്തിൻ്റെ ഈ റിങ്സ് ഇട്ടിട്ട് മോതിരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കടിച്ചടിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയായിട്ടൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കുന്ന ഒരു ഇതിലോട്ട് വന്നത്. എങ്ങനെ അച്ചപ്പം എങ്ങനെയുണ്ട്? റെഡി ആയിട്ടുണ്ടോ? ടേസ്റ്റ് വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു.